നമസ്കാരം. എല്ലാവർക്കും ആസ്ട്രോ മലയാളത്തിലേക്ക് സ്വാഗതം. 5 രാശിക്കാർക്ക് ഭാഗ്യപ്പെരുമഴ. അടുത്തയാഴ്ചയിൽ തിളങ്ങുന്ന രാശിക്കാർ. സമ്പൂർണ്ണ സൂര്യരാശി ഫലം. മേടരാശി. സമാധാനം നിറഞ്ഞ ഒരു വാരമാണിത്. ധനസ്ഥിതി മെച്ചപ്പെടും. നേരത്തെ നിശ്ചയിച്ച ഉല്ലാസയാത്ര നടത്തും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കും. പ്രണയത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവർക്ക് ഒരുപക്ഷെ അസാധ്യമായ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞേക്കും. ആരോഗ്യം തൃപ്തികരമാണ്. ഇടവരാശി. ആഡംബര കാര്യങ്ങളോട് താല്പര്യം വർദ്ധിക്കും. പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായ നേട്ടങ്ങൾ ഉണ്ടായേക്കും. അന്യനാട്ടിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കും. പൊതുവെ ദൈവാധീനം ഉള്ള കാലമായിട്ട് കാണുന്നു. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. കുടുംബ അംഗങ്ങളുമായി തർക്കങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക. സർക്കാർ ജീവനക്കാർക്ക് സ്ഥലമാറ്റം ഉണ്ടാകും. മിഥുനരാശി. സാമ്പത്തികമായി ഏറെ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുന്ന കാലമാണ്. ഇഷ്ടപ്പെട്ട വിഷയം തുടർന്ന് പഠിക്കാൻ സാധിക്കും. കിട്ടാനുള്ള കാര്യങ്ങൾ ചോദിച്ചു വാങ്ങേണ്ടി വരും. ഓഹരി ഇടപാടുകൾ ലാഭകരമായേക്കും. കലാകാരന്മാർക്ക് അനുകൂലമായ കാലമായി കാണുന്നു. കാർഷിക കാര്യങ്ങളിൽ താല്പര്യങ്ങൾ വർദ്ധിക്കും. കർക്കിടക രാശി. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. ബിസിനസ് കൂടുതൽ വികസിപ്പിക്കും. വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം. വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. പങ്കാളിയിൽ നിന്ന് ചില കാര്യങ്ങളിൽ എതിർപ്പ് നേരിടേണ്ടി വന്നേക്കും. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുക. സ്വന്തമായി തുടങ്ങുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കും. ചിങ്ങരാശി. നിലച്ചിരിക്കാത്ത ചില ഭാഗ്യങ്ങൾ തേടിയെത്തും. തൊഴിൽപരമായ മാറ്റങ്ങൾ അനുകൂലമായേക്കും. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. കുടുംബവുമൊത്ത് ഉല്ലാസയാത്ര ചെയ്യും. ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കുക. ഈശ്വരാധീനമുള്ള കാലമായതിനാൽ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നടന്നിക്കും. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. കന്നിരാശി. ആഴ്ചയുടെ തുടക്കത്തിൽ പലവിധ പ്രതിബന്ധങ്ങളും നേരിടേണ്ടതായി വന്നേക്കാം. എന്നാൽ പിന്നീട് പല കാര്യങ്ങളും വിചാരിക്കാത്ത രീതിയിൽ അനുകൂലമായി മാറും. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ചിലർക്ക് സ്വർണ്ണ ആഭരണങ്ങൾ സമ്പാദിക്കാൻ യോഗം കാണുന്നുണ്ട്. നിയമകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കാം. തുലാരാശി. പങ്കാളിയെ കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ഭാഗ്യം അനുകൂലമായ കാലമായി അനുഭവപ്പെട്ടേക്കും. പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കും. ദീർഘകാലമായി പരിശ്രമിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും സമയം അനുകൂലമായി കാണുന്നു. എതിരാളികളെ വശത്താക്കാൻ സാധിക്കും. പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരും. വൃശ്ചിക രാശി. പല കാര്യങ്ങളും മന്ദഗതിയിലാവും. ചെലവുകൾ വർദ്ധിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താൻ ശ്രദ്ധിക്കണം. ഔഷധ സേവ ആവശ്യമായി വരും. അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടിയിരിക്കുന്നു. വിദേശത്ത് നിന്ന് ഒരു സന്തോഷ വാർത്ത എത്തിച്ചേരും. ധനുരാശി. പ്രതീക്ഷിച്ച പോലെ പല കാര്യങ്ങളും അനുകൂലമായി മാറും. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. മനസ്സിന് സന്തോഷം തോന്നുന്ന വാർത്തകൾ കേൾക്കാനിടയാകും. കടം കൊടുത്ത പണം മടക്കി കിട്ടും. പുതിയ വാഹനം സ്വന്തമാക്കാൻ സാധിക്കും. പൊതുവെ ഈശ്വരാധീനമുള്ള കാലമാണ്. സ്ഥാനക്കയറ്റം ലഭിക്കാൻ ഇടയുണ്ട്. മകരരാശി. കുടുംബത്തിൽ ഒരു മംഗളകർമ്മം നടക്കാനിടയുണ്ട്. സാമ്പത്തിക പുരോഗതി കൈവരിക്കും. യാത്രകൾ ഗുണകരമായി മാറും. വസ്തു സംബന്ധമായ ഇടപാടുകൾ ലാഭകരമാകും. പണയം വെച്ച ഉരുപ്പടി തിരിച്ചെടുക്കാൻ സാധിക്കും. അസുഖങ്ങൾ പൂർണ്ണമായി വിട്ടുമാറും. വിശേഷ വസ്ത്രങ്ങൾ സമ്മാനമായി ലഭിക്കാനും യോഗം കാണുന്നുണ്ട്. കുംഭരാശി. അനുകൂലമായ കാലമായതിനാൽ പല കാര്യങ്ങളും ഉദ്ദേശിക്കുന്നത് പോലെ ചെയ്തു തീർക്കാൻ സാധിക്കും. കലാരംഗത്ത് ശോഭിക്കാൻ സാധിക്കും. പരീക്ഷയിൽ മികച്ച വിജയം കൈവരിക്കും. മുൻപ് കിട്ടേണ്ടിയിരുന്ന ചില ആനുകൂല്യങ്ങൾ ഇപ്പോൾ ലഭിക്കും. പങ്കാളികൾ തമ്മിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകാതെ നോക്കുക. വാദസംബന്ധമായ അസുഖങ്ങൾ ശല്യം ചെയ്തേക്കാം. മീനരാശി. സാമ്പത്തിക പുരോഗതി നേടും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ഔദ്യോഗിക യാത്രകൾ ആവശ്യമായി വന്നേക്കും. ഭൂമി സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായേക്കും. സ്വർണ്ണാഭരണങ്ങൾ സമ്പാദിക്കാൻ സാധിക്കും. കാർഷിക ആദായം വർദ്ധിക്കും.
ധാരാളം യാത്രകൾ ആവശ്യമായി വന്നേക്കും. ചിലർക്ക് സ്ഥലമാറ്റത്തിന് സാധ്യത കാണുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. കൂടുതൽ വീഡിയോസിനായി ആസ്ട്രോ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.